കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ ഹസൻ നടത്തിയ പരിഷ്കാരം ചവറ്റുകൊട്ടയിലെറിഞ്ഞു. തിരുവനന്തപുരത്തെ നേതാവ് എം.എ. ലത്തീഫിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച എം.എം. ഹസൻ്റെ തീരുമാനമാണ് സുധാകരൻ റദ്ദാക്കിയത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ ലത്തീഫിൻ്റെ പിൻവലിച്ച നടപടി സാങ്കേതികമായും വസ്തുതാപരമായും ശരിയല്ലെന്നാണ് സുധാകരൻ നൽകിയ വിശദീകരണം. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 2022 നവംബറിലാണ് ലത്തീഫിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. സുധാകരൻ മാറി ഹസന് ചുമതല കിട്ടിയപ്പോൾ ഹസൻ അത് തിരിച്ചെടുത്തു. ലത്തീഫിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി വാർത്താക്കുറിപ്പ് ഇറക്കി. സുധാകരൻ സ്ഥാനം തിരികെ ഏറ്റെടുത്ത ദിവസം തന്നെ ഈ നടപടിയിൽ തിരുത്തലുണ്ടാകുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായ എം.എ. ലത്തീഫ് ഇനിയും കോൺഗ്രസിന് പുറത്തു നിൽക്കേണ്ടി വരും. തിരുവനന്തപുരത്തെ എ ഗ്രൂപ്പിൻ്റെ തലയെടുപ്പുള്ള നേതാവായിരുന്നു ലത്തീഫ്. സുധാകരൻ്റെ ഈ നടപടി എ ഗ്രൂപ്പിൽ കടുത്ത അമർഷമായി മാറി. ബൂത്ത് തലം മുതൽ DCC വരെയുള്ള നേതാക്കൾ സസ്പെൻഷൻ പിൻവലിച്ചതിനെതിരെ പരാതിപ്പെട്ടതായും സുധാകരൻ ലത്തീഫിന് നൽകിയ കത്തിലുണ്ട്. എന്നാൽ ഗ്രൂപ്പ് താൽപ്പര്യം വെച്ചുള്ള നടപടി മാത്രമാണിതെന്നാണ് എ ഗ്രൂപ്പിൻ്റെ നിലപാട്. എ ഗ്രൂപ്പിനെതിരെ KPCCയിൽ തുടരുന്ന അവഗണനയ്ക്ക് ഇതൊരു തെളിവാണ്. ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞാണ് 2021 ലത്തീഫിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. വി.ഡി. സതീശൻ്റെ മുതലപ്പൊഴി സന്ദർശനം തടയാൻ എം.എ. ലത്തീഫ് നിർദ്ദേശം നൽകിയെന്നും അന്ന് ആരോപിച്ചിരുന്നു. KPCC ഭാരവാഹി പട്ടികയ്ക്കെതിരെ KPCC ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ ലത്തീഫ് ആഹ്വാനം നൽകി. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി യോഗങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതര അച്ചടക്ക ലംഘനങ്ങളും ലത്തീഫിനെതിരെ ആരോപിച്ചിരുന്നു. സസ്പെൻഷൻ കാലാവധി അവസാനിക്കാറായ ഘട്ടത്തിലാണ് പുറത്താക്കൽ നടത്തിയത്. കോൺഗ്രസിൻ്റെ സമരപരിപാടികൾക്ക് തലസ്ഥാനത്ത് ചുക്കാൻ പിടിച്ചിരുന്ന നേതാവാണ് ലത്തീഫ്. അതുപോലെ ഹസൻ വച്ച ഭാരവാഹികൾ, അതായത് DCC ഭാരവാഹികളൊക്കെ എയറിലാണ്. അവരെയും മാറ്റാൻ സാധ്യതയുണ്ട്. അവരൊക്കെ ഇപ്പോൾ സുധാകരൻ്റെ കൈയും കാലും പിടിച്ചുകൊണ്ട് നടക്കുക. സുധാകരൻ അവരുടെ മുന്നിൽ മനസ്സ് തുറന്നിട്ടില്ല.